ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ബ്രെഡും മുട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ജസ്റ്റ് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ബ്രെഡിൻ്റെ 2 പേരും ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഓംലെറ്റും ഉണ്ടാക്കി. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് നടുവിൽ വെച്ച് കൊടുത്താണ്. പിന്നെ സോസ് എടുക്കാൻ മറന്നുപോയി. നല്ല സാരില്ല, കഴിച്ച് നോക്കാം അല്ലേ. എല്ലാവർക്കും അറിയാമല്ലോ, അത് വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി നമ്മൾ ഉച്ചയ്ക്കൊരു സ്പെഷ്യൽ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളരിയുടെ ചോറും നല്ല ചൂട് രസവും പിന്നെ വഴുതനങ്ങ മെഴുക്കുവരട്ടിയാണ്. ഇതെല്ലാം ഇത്താത്തയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ, എന്നെക്കൊണ്ട് തൊടിയിപ്പിച്ചിട്ടില്ല. അപ്പോൾ നാരങ്ങ അച്ചാറും പിന്നെ മീൻ പൊരിച്ചതും അയിലയാണ്, മുട്ട പൊരിച്ചതും പിന്നെ തേങ്ങാ ചമ്മന്തിയൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഐറ്റത്തിൻ്റെ റെസിപ്പി വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ പഴയ നൊസ്റ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി പൊതിച്ചോറ് തന്നെയായിരുന്നു. അപ്പോൾ ഇത്ര ഐറ്റംസ് തന്നെ ധാരാളം. എന്നാൽ നമുക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ചോറെടുത്തിട്ട് കുറച്ചായിട്ട് വാഴയിലയുടെ സെൻറ്ററിൽ മാത്രം ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ വാഴയില വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ കെട്ടുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നന്നായി തന്നെ വാട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ചോറിട്ടിട്ടുണ്ട്. ഇനി കറികളാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം. അതിൽ ആ വെളിച്ചെണ്ണയും ടേസ്റ്റൊക്കെ ആ ചോറിലോട്ട് അങ്ങനെ ഇറങ്ങട്ടെ. നെക്സ്റ്റ് നമ്മൾ തേങ്ങാ ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഉണ്ടൊക്കെ ആക്കി വെക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. എന്തായാലും ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കണം, എന്നാലേ ആ ചോറിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങുള്ളൂ. പിന്നെ മീൻ പൊരിച്ചതും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നാരങ്ങച്ചാർ, അത് നമുക്ക് സെൻട്രൽ തന്നെ വെച്ച് കൊടുക്കാം. ഫൈനലി ആ മുട്ട പൊരിച്ചതും കൂടെ എടുത്ത് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ കറികളും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിയൊന്ന് കെട്ടിയെടുക്കാം അല്ലേ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഇതാ 2 പുറത്തൊന്നും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ചുരുട്ടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എത്താത്ത തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇതിലൊക്കെ നല്ല എക്സ്പേർട്ടാണെന്ന് തോന്നുന്നു. ഇനി അതുപോലെ തന്നെ ന്യൂസ് പേപ്പറിലും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും അവിടെ റെസ്റ്റിന് ഇരുന്നോട്ടെ. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്യാണ് ഗൈസ്. വാഴയിലൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അതുപോലെ കിടിലൻ മണവും ഉണ്ട് കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു നൊസ്റ്റു തന്നെയാണിത്. പിന്നെ എൻ്റെ ഫുഡിങ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. എന്നാൽ കഴിച്ചു തുടങ്ങാം അല്ലേ. ആദ്യം തന്നെ ആ മീൻ പൊരിച്ചതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച് കുറച്ച് നാരങ്ങച്ചാറും കൂട്ടി പിന്നെ തേങ്ങാ ചമ്മന്തിന്നും കുറച്ചങ്ങനെ മിക്സ് ചെയ്തെടുത്ത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും ഒരു രക്ഷയില്ല കേട്ടോ, അതും കൂടെ കൂട്ടി കുഴച്ച് പിന്നെ മുട്ട പൊരിച്ചതിൻ്റെ ഒരു പീസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആ മീൻ പൊരിച്ചത് നുള്ളി പറിച്ചെടുത്ത് അങ്ങനെ ഒരു പീസും വെച്ച് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചങ്ങനെ ഒരു എടുത്ത് കഴിച്ചു ഗൈസ്. വാവ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പറയാനൊന്നുമില്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ രസവും കൂട്ടി ഞാൻ നന്നായിട്ട് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നിങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.